ഒരുപാട് ആളുകൾ ഈ ബിഗ് ബോസിനെ പറ്റിയിട്ട് ബ്രോയെ പറ്റിയിട്ടും ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അറിയില്ല, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രതികരിച്ചത് ദിയാസന എന്ന് പറയുന്ന വ്യക്തി. ഞാൻ സംസാരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം നത്തിങ്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ബ്രോ ഒരു ആൽക്കഹോളിക് ആണെന്നൊക്കെയാണ് അതിൽ പറഞ്ഞു വരുത്തിയത്. മദ്യം കിട്ടാത്തതിന്റെ ആസക്തി മൂലം അതിനകത്ത് കാണിച്ചു കൂട്ടിയതാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ ഇനി ഇത് ആവർത്തിക്കാം. അമ്മയ്ക്ക് പേറ്റുന്ന വരുമ്പോഴേ അവന്റെ IPL ഈ ദിയാസന എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഷോയിൽ ഞാൻ ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് അയാളുമായി ദിയാസനയ്ക്ക് കൃത്യമായ കണക്ഷൻ ഉണ്ട്. ഈ ആ ആരോപിത അയാൾക്കെതിരെ തന്നെ ദിയാസന ഇതിനു മുന്നേ ഒരു #മീറ്റു ഇട്ട് മീറ്റു ആരോപണം ഇട്ട് അഖിൽ മാരാർ പറയുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പല പെൺകുട്ടികളും വന്ന് പലതരത്തിൽ മോശമായിട്ട് ചാനലിനെ പറ്റിയിട്ടും മറ്റ് ക്രൂവിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് ഒരു കഫേയിൽ സീസൺ 3, ഞാൻ ഇതിന് മുന്നേ സീസൺ 2 എന്ന് പറയാം, തെറ്റിപ്പോയി, സീസൺ 3 ഒരു കണ്ടസ്റ്റന്റുമായി ഇരുന്ന് ചർച്ച ചെയ്ത് സോൾവ് ചെയ്ത് പല ഓഫറുകളും ദിയാസനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്രക്കാരൻ ആ ഓഫറുകളുടെ പേരിൽ ദിയാസന ആ പറയുന്ന പോസ്റ്റ് പിൻവലിച്ചു. അതെന്താ? ആ ഓഫറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ദിയാസന അയാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു. അതായത് ഈ ഷോയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അയാൾക്കെതിരെ ദിയാസന സംസാരിക്കുന്നുണ്ട്. അഖിൽ മാരാർ സംസാരിച്ചപ്പോൾ അഖിൽ മാരാറിനെതിരെ സംസാരിച്ചു. അഖിൽ ആരാണ് അത് പറയാം? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിനായിരുന്നു? ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെതിരെ സംസാരിച്ചു. അപ്പോൾ ഈ ഷോയിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ദിയാസന പ്രതികരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി, ഇത് ഷോയിനെതിരെ ആര് സംസാരിച്ചില്ല അവർക്കെതിരെ ദിയാസന ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദിയാസനെ ആരാണ് ഇളക്കി വിടുന്നത്, അല്ലെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സൈലന്റ് വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. ഈ ഷോ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? അതേ ആളെ തന്നെയാണ് ദിയാസന സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ലാതിരിക്കുമോ? ഉറപ്പായിട്ടുണ്ട്. ഒരുമാരത്തെ മറ്റു പരിപാടി കാണിക്കല്ലേ കേട്ടാ. എന്ത് രീതിയിലുള്ള നീതിയാണ് ബ്രോ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, നിയമപരമായി അങ്ങനെയൊന്നുമല്ല. നിയമപരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണോ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അവർക്ക് നിയമപരമായി എന്ത് ശിക്ഷയാണോ അവരറിയിക്കുന്നത് അത് കൊടുക്കുക. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ഈ ഷോ കാരണം ഒരാളുടെ ജീവിതവും നശിക്കാൻ പാടില്ല. നന്നായി ഈ ഷോ സുതാര്യതയോടെ നടക്കണം. കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മാത്രം മാറ്റിയിട്ട് ഈ ഷോ നന്നായി നടക്കണം. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ. എന്നൊരു കാര്യം, ഞാൻ നാളെ വരാം. പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?